സുജാത സാർ, നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയം നോക്കുമ്പോൾ എനിക്കിന്ന് വളരെ ശ്രദ്ധേയമായി തോന്നിയത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെയും TMCയുടെയും DMKയുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നു BJP വലിയ വിജയം നേടാൻ പോവാണ്. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് BJPക്ക് അല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ഭാഷ പറഞ്ഞ ചാണകം ചവിട്ടാത്ത സ്റ്റേറ്റുകളായ ദക്ഷിണേന്ത്യ വലിയ തോതിൽ BJPക്ക് അനുകൂലമായി ചിന്തിക്കാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ വലിയ നമ്പർ ഉണ്ടാവും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ശ്രദ്ധിച്ചിരുന്നു അത്? തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോറിനെ പോലെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പറയുന്നത് രാജ്യം BJP ആണ്. അതെ, BJPക്ക് അങ്ങനെ കണ്ണുടച്ച് പിന്തുണ കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഗുജറാത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മോഡി അവസാനമായി മത്സരിച്ച സമയത്തൊക്കെ എൻ്റെ ഒരു സ്ട്രാറ്റജിക് പോയിന്റിൽ അദ്ദേഹം മോഡി ഗവൺമെൻറ്റിന് സഹായകമായി നിന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം വിമർശകനാണ്, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദക്ഷിണേന്ത്യ മാത്രമല്ല, ഒറീസയും ബീഹാറും BJP വലിയ ഭൂരിപക്ഷം, ബീഹാറല്ല ബംഗാളും, ബംഗാളിലും ഒറീസയിലും BJP വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ 18 സീറ്റാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല, ബംഗാൾ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ 204 സീറ്റിൽ 2014 29 സീറ്റേ BJP കിട്ടിയിട്ടുണ്ട്. 2019 അത് 47 സീറ്റായിരുന്നു. അതിനേക്കാൾ മെച്ചമാക്കുന്നില്ല, വോട്ടിംഗ് പെർസെൻറ്റേജും കൂടും. തമിഴ്നാട് കേരളം അടക്കം വോട്ടിംഗ് പെർസെൻറ്റേജും കൂടും എന്ന് പ്രശാന്ത് കിഷോർ കണക്കൂട്ടി പറയും. തമിഴ്നാട്ടിൽ 4-5% ഉണ്ടായിരുന്ന 2 അക്കം കടക്കുന്നതാണ്. 2 അക്കം, അതെ, 10 കൂടുതൽ വരും. തമിഴ്നാട്ടിലെ കേരളത്തിൽ 15% ഉണ്ടായിരുന്നു, അത് 20 മുകളിൽ പോകും. അതേസമയം തമിഴ്നാട്ടിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, കേരളത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രദേശങ്ങളിലെല്ലാം സൗത്ത് ഇന്ത്യ അടക്കമുള്ള, കേരളവും തമിഴ്നാടും അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് സുവിദിതമാണ്, എല്ലാവർക്കും അറിയാം. ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ BJPയുടെ സർക്കാർ വരും. ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് ആന്ധ്രാപ്രദേശിൽ BJP സഖ്യം, അവിടെ തെലുങ്ക് ദേശവും BJPയും സഖ്യത്തിലാണ്. അവർ അധികാരത്തിൽ വരികയാണ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെൻറ്റിനെ തോൽപ്പിച്ചുകൊണ്ട്. അപ്പോൾ BJPക്ക് അധികാരം, ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ BJP സർക്കാരാണുള്ളത്, കർണാടകയിൽ BJP സർക്കാർ ഉണ്ടായിരുന്നു, ആന്ധ്രയും കൂടെ BJPയുടെ കയ്യിലേക്ക് വരികയാണ്. അതെ. അതേസമയത്ത് ഇന്നലെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ആലപ്പുഴയിൽ പ്രസംഗിച്ചു ശിവകുമാർ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്, ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ മറുവശത്തൊരു വാദവും കൂടെ നടക്കുന്നുണ്ട്. ഈ വാദങ്ങളുടെ ഏറ്റുമുട്ടലിൽ വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇന്ന് അദ്ദേഹം ഏജൻസിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ പല പത്രങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഒരു കൗതുകം. അല്ല, ബംഗാളിൽ ഈ പറയുന്ന പോലെ ഈ 18 സീറ്റുകൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. വലിയ മല്ലനെ പോലെ നിൽക്കുന്ന TMCയോട് മത്സരിച്ച് BJP ഒരുപാട് പ്രതിരോധങ്ങൾ നേരിട്ടാണ്, ആക്രമണങ്ങൾ നേരിട്ടാണ്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ രക്തരൂക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും നിർണായക ശക്തിയായിട്ട് BJP അധികാരത്തിൽ വന്നില്ലെങ്കിലും 40-ൽ 18 സീറ്റുകൾ ചെറിയ നമ്പറല്ല. പക്ഷേ അതിൽ കൂടുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില ഇഷ്യൂസ് ഉണ്ട്. ഈ സന്ദേശ് കാലിയിൽ ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ നേതൃത്വം നടന്ന സ്ത്രീകൾക്കെതിരെയുള്ള മാനഭംഗവും കൊള്ളയും അതൊക്കെ വലിയ ക്യാമ്പയിനായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമേ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അവിടെ NIA പ്രതിനിധികളെ ആക്രമിച്ചു കഴിഞ്ഞ ദിവസം. അവിടുത്തെ ഒരു ബോംബ് സ്ഫോടന കേസിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയും ഗവൺമെൻറ് അവർക്കെല്ലാം എതിരെ ലൈംഗികാപവാദം. അതെ, അവിടെ ഭൂപതി നഗറിലെ മനോപത്ര ജന എന്ന് പറയുന്ന ഒരാൾ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാണ്. അയാളുടെ വീട് വളഞ്ഞ് NIA അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചു, വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ദുരുപദിഷ്ട പ്രവർത്തനങ്ങളും ബംഗാളിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബംഗാളിനെ കുറിച്ചുള്ള ഈ വിലയിരുത്തൽ അത്ഭുതകരമായിരിക്കില്ല. അല്ല, ബംഗാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ, അത് CAA
അത് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുള്ള അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർമാരാക്കി മാറ്റിക്കൊണ്ട് CPM ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയത് ബംഗാളിലാണ്. അത് സ്വിച്ച് ചെയ്ത് പോയതാണ് CPMന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം CAA ഏറ്റവും കൂടുതൽ മമത എതിർക്കാനുള്ള കാരണവും ഈ നുഴഞ്ഞുകയറ്റക്കാർ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം വോട്ടർമാർ നമ്മുടെ പൗരന്മാർ പോലും അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഫേവർ ചെയ്ത് മമത നിൽക്കുകയും അവരെ പുറത്താക്കാനുള്ള ഒരു നിയമം വരികയും ചെയ്യുമ്പോൾ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ബംഗാളിൽ ഉണ്ടായി വരുന്നുണ്ടാവാം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ അലയൊലികൾ കേരളത്തിൽ വരെ ഉണ്ട്. ഈ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ബംഗാളിലൂടെ എത്തിയവർ എല്ലാവരും സാമാന്യേന നല്ലൊരു പെർസെൻറ്റേജ് കേരളത്തിലാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ ഈ കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു നേരിയ ശതമാനം ബംഗ്ലാദേശികളുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അത് ബംഗാൾ മോഡൽ കേരളത്തിൽ പിണറായി വിജയൻ്റെ CPMൻ്റെയും അജണ്ടയിലുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണല്ലോ പിണറായി സംഭാവന ചെയ്തൊരു വാക്കാണ് അതിഥി തൊഴിലാളികൾ. അതിഥി എന്ന് പറഞ്ഞാൽ വന്നിട്ട് മടങ്ങിപ്പോകുന്നവരാണ്. ഇവർ വന്നിട്ട് ഇവിടെ കുടിയേറി താമസിക്കുകയാണ്. അവരെ അതിഥി എന്ന് വിളിച്ച് അവർക്ക് ഇപ്പം തന്നെ റേഷൻ കാർഡ് കൊടുക്കാനുള്ള നീക്കം CPM ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അവരെ റേഷൻ കാർഡ് കൊടുക്കുന്നു, പിന്നീട് ആധാർ കാർഡ് കിട്ടുന്നു, നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് ചേർത്ത് അതിഥി തൊഴിലാളി എന്ന പ്രയോഗം തന്നെ ഏത് വിവരദോഷിയാണ് ഉണ്ടാക്കിയെന്നറിയില്ല. കാരണം അതിഥിയെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കാറ്. അതിഥി ദേവോഭവ എന്ന് കരുതുന്ന ഒരു സംസ്കാരത്തിൽ ഉപജീവിക്കുന്ന ഇന്ത്യക്കാർ അതിഥിയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അതിഥി തൊഴിലാളിയല്ല, അതിഥി ദേവനാണ്. വന്നിട്ട് തിരിച്ചു പോകണം. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ, അന്യ എന്ന വാക്ക് പറയാൻ വിഷമമുണ്ടെങ്കിൽ കുടിയേറ്റ തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ എത്രയോ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ട്. നമ്മുടെ പത്രക്കാരെല്ലാം അതിഥി പറയണം അതിഥി തൊഴിലാളി, അതിഥി കൊലയാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളൊരു തമാശ രൂപത്തിൽ കാണേണ്ട CPMന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കുമോ? അത് അത് അങ്ങനെ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. വേണ്ടത്ര ആലോചനയില്ല മാധ്യമങ്ങൾ. സാർ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ബംഗാളിൽ ഇവരിത് പരീക്ഷിച്ചാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളെ റേഷൻ കാർഡ് കൊടുത്ത് എലക്ഷൻ അട്ടിമറിക്കാൻ ഈ തരം കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം കൊടുത്ത് അതിന് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് കാലത്ത് നമ്മളാരും അധികം ശ്രദ്ധിക്കാത്ത ഒരു സംഭവം നടന്നു. ഈ പാൻഡമിക്കിന് തൊട്ട് മുമ്പ്, നമ്മുടെ ഈ കോവിഡ് മഹാമാരി വരുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിലെ ഒരു മന്ത്രി മാലിദ്വീപിൽ പോയി. മാലിദ്വീപിലെ ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കേരളത്തിലെ കോളേജുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് എന്ന ജാടയിലാണ് പോയത്. പക്ഷേ സംഭവം അതായിരുന്നില്ല. മാലിദ്വീപ് മുങ്ങാൻ പോകുന്ന ഒരു ദ്വീപാണ് എന്ന പ്രചരണം UN മുതൽ ഉണ്ടല്ലോ. പ്രചരണമല്ല, ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായി മാലിദ്വീപും സമീപ ഭാവിയിൽ മുങ്ങിപ്പോവും. അപ്പോൾ മാലിദ്വീപിലെ 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നം. തൊട്ടടുത്ത ഇന്ത്യ. അത് മാത്രമല്ല, മാലിക്കാർക്ക് എപ്പോഴും സ്വാഭാവികമായി ഇണങ്ങിപ്പോകാവുന്ന ഒരു പ്രദേശം കേരളമാണ്. അവരിപ്പോൾ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ, പുനലൂർ പ്രദേശങ്ങളിലൊക്കെ ധാരാളം പേര് മാലിക്കാർ വന്ന് തങ്ങുന്നുണ്ട്. അപ്പോൾ കേരളവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അവരിൽ പലരും ചികിത്സയ്ക്കൊക്കെ വരുന്നത്. കൊച്ചിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ മക്കളെയൊക്കെ കോളേജുകളിലേക്ക്, ഇവിടുത്തെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, പോളിടെക്നിക്കൽ, അല്ലാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ കൊണ്ടുവന്ന് അവരുടെ കുടുംബം സാവകാശം ഇവിടെ എത്തിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒരു 50-60 നിയോജക മണ്ഡലങ്ങളിൽ ഒരു 5000 വോട്ടർമാരെ അങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതികളെ തന്നെ അട്ടിമറിക്കാൻ പറ്റും. അതുകൊണ്ടാണ് CAA എതിർക്കുന്നത്. എതിർക്കുന്നതിന് കാരണം അന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി അടക്കം അന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് മാലിയിൽ പോയത്. ജലീൽ ജലീലാണ് അവിടെ പോയത്. അവിടെ പോയിട്ട് അവിടെ ഭരണാധികാരികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോഴേക്കും ഇവിടെ ഈ ലോക്ക്ഡൗണൊക്കെ വരികയും കോവിഡ് ആകുകയും ജനശ്രദ്ധ മാറുകയും ചെയ്തു. അല്ല, ജലീൽ തീരുമാനിച്ചാൽ ഈ 5 മാലിക്കാരെ കേരളത്തിൽ താമസിപ്പിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? അവിടുന്ന് അതിനല്ലയോ ഈ വിദ്യാഭ്യാസം ഒരു മറയാക്കി സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോളേജുകളിൽ വന്ന് അഡ്മിഷൻ എടുക്കാമല്ലോ അവർക്ക്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പൗരത്വം വേണ്ട, വിസിറ്റിംഗ് വിസയിൽ വരാമല്ലോ.
പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് കൊടുക്കുന്നില്ലെങ്കിലോ? ആ, ഇത് മനസ്സിലായിട്ട് ഇത് മനസ്സിലാക്കിയേ കൊടുക്കില്ല. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അത് മനസ്സിലാക്കാതെ അത് ഡിസ്കസ് ചെയ്ത് വരുന്നതിൻ്റെ അർത്ഥം തന്നെ ഇത്. പിന്നെ മാലി തകരുകയാണെങ്കിൽ, മാലി മുങ്ങിപ്പോവുകയാണെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണ്ടേ? അതിന് ആദ്യം അവർ കാണുന്ന പ്രദേശം ഇന്ത്യയാണ്. ഇന്ത്യയുടെ മാത്രം ബാധ്യതയൊന്നുമല്ലല്ലോ. അല്ല, ഓസ്ട്രേലിയ. അതെ, ഓസ്ട്രേലിയ ഉണ്ട്. അവർ ഒന്നേ ഓസ്ട്രേലിയ ഒന്ന് പോപ്പുലേഷൻ കുറഞ്ഞ പ്രദേശം, വലിയ രാജ്യമാണ്, വലിയ രാജ്യം, കോണ്ടിനെന്റൽ പോലത്തെ രാജ്യമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും അവർക്ക് അഭയം കിട്ടാം. പക്ഷേ ഓസ്ട്രേലിയ വളരെ ദൂരെയാണ്. അവർക്ക് എളുപ്പം എത്താൻ പറ്റുന്നത് പിന്നെ ഇന്ത്യയുടെ റെഫ്യൂജി കൺവെൻഷനിലൊന്നും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് അത് ഇന്ത്യ മാലി ഇപ്പോഴും ചൈനയോട് ഒട്ടി നിന്നിട്ടും മാലിക്കുള്ള സഹായം വീണ്ടും ആവർത്തിച്ചു. സ്ട്രാറ്റജിക്കലി നമ്മുടെ ഒരു ആണല്ലോ. അപ്പോൾ സ്ട്രാറ്റജിക്കലി മാലിക്കാരെ ഇന്ത്യ ഏറ്റെടുക്കും. അല്ല സാർ, അത് മാലി എന്നൊരു രാജ്യമുണ്ടെങ്കിലാണ്. മാലി ഇന്നൊരു രാജ്യം ഉണ്ടാവുകയും അവിടെ ചൈനയുടെ മറ്റേ സൈനിക താവളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ത്യ ചെയ്യാണ്. മാലി തന്നെ കടലിൽ പോയാൽ പിന്നെ ഇന്ത്യക്ക് എന്താണ്? അപ്പം നമ്മുടെ വിഷയം മാറി പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ തരത്തിൽ ഓരോ പ്രദേശത്തെയും ഈ ഡെമോഗ്രഫിയെ അട്ടിമറിക്കാൻ, അത് ഡെമോക്രസിയെ ഡെമോക്രസിയിൽ ഏതെങ്കിലും പാർട്ടിക്ക് സഹായകമാകുന്ന തരത്തിൽ മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. അല്ല, CPM അതിന് മോശമല്ല. CPM ആണ് ഇത് ബംഗാളിൽ ചെയ്തിരുന്നത്. ഈ പ്രശ്നം ആരും പൊതുശ്രദ്ധയിൽ വന്നില്ല. കാരണം മാലിക്കാർ ഇപ്പോഴും നമ്മുടെ കോളേജുകളിലൊക്കെ രണ്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതൊരു ലാർജ് നമ്പറിൽ കൊണ്ടുവന്ന് അത് കൊണ്ടുവരുന്ന വഴി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മുതൽ സ്വാധീനിക്കാൻ പറ്റുകയാണ്. കോളേജ് മുതൽ അത് 2019 നവംബറിലായിരുന്നു ഈ മിനിസ്റ്റർ മാലി സന്ദർശിച്ചത്. അതൊരു പൊതുശ്രദ്ധയിൽ വരാതെ അതിൻ്റെ ദുരുദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ കേരളം വിട്ടുകളഞ്ഞൊരു സംഭവമാണ്. ഏതായാലും ഇപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞത് നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രമാണ്. BJP അധികാരത്തിൽ വരും. അതുമാത്രമല്ല, അവർക്ക് പൊതുവെ എത്തിപ്പെടാൻ പറ്റാത്ത, കരുത്ത് തെളിയിക്കാൻ പറ്റാത്ത ദക്ഷിണേന്ത്യയിൽ പോലും കരുത്ത് തെളിയിക്കുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പറയുന്നത്. അത് പ്രത്യേകിച്ചും തമിഴ്നാട്, ആന്ധ്ര, കേരളം. അപ്പോൾ ചാണകത്തിൽ ചവിട്ടാത്ത സൗത്ത് ഇന്ത്യ, കട്ടിംഗ് സൗത്ത് എന്നൊക്കെയുള്ള വാദമൊക്കെ ഈ തെരഞ്ഞെടുപ്പോടെ അപ്രസക്തമാകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും. പിന്നെ അതൊക്കെ ഈ വിദണ്ഡവാദങ്ങളും സെപ്പറേറ്റിസം എന്ന് പറയുന്ന വിഘടനവാദങ്ങളും അത് ദേശത്തിന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല.